Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ ചായക്കട ചേട്ടാ, വേഗം നല്ല ചൂടുള്ള സമൂസ എടുത്തേ. മോട്ടു, നിന്റെ വയറ് ശരിയല്ല. ഡോക്ടർ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന്. എന്റെ പത്തിലു ഡോണ്ട് വറി, ഞാൻ ഡോക്ടർ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് അനുസരിക്കും. സമൂസേ. അല്ല, ഇതെന്താ ഈ കാണിക്കുന്നേ? ചേട്ടാ, എന്റെ വയറിന് സുഖമില്ല. ഡോക്ടർ ജഡ്ക എന്നോട് പുറത്തുനിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തുള്ള ഉരുളക്കിഴങ്ങും മസാലയും കഴിക്കുന്നത്. അതെ, നിനക്ക് എന്തെന്നെ സംഭവിച്ചാലും വിരോധമില്ല, പക്ഷെ സമോസ തിന്നേ മതിയാവൂ. എന്നാ ശരി, എനിക്കൊരു കപ്പ് ചായ തരാമോ? ഇതാ കൊണ്ടുവന്നു പത്തുള്ളൂ. അല്ല, ഇതെന്താ? എന്ത് ചെയ്യാൻ, കുറെ നാളായി വെള്ളം വരുന്നില്ല. ചായ എങ്ങനെ ഉണ്ടാക്കാനാ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ വെള്ളം വരുന്നുണ്ടോ? അതെ, ഞങ്ങളുടെ വീട്ടിലും വെള്ളം വരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിലത്തെ പ്രശ്നം മാത്രമാണെന്ന്. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്ത് പ്രോബ്ലം വരാനാ? ഞാൻ എല്ലാവർക്കും വെള്ളം കൊടുത്ത് ഒരു സാമൂഹിക സേവനം ചെയ്യാൻ വന്നിരിക്കുക. പാവപ്പെട്ട ആൾക്കാർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ പൈസ തരുന്നവരെടുത്തത് പൈസ വാങ്ങിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെ, ഞാൻ ഒരുപാട് പാവപ്പെട്ടവനാ. എത്രയും വേഗം എനിക്കൊരു ഡ്രം വെള്ളം തായോ. ചായ വടയൊക്കെ വിറ്റ് കഴിഞ്ഞാ തനിക്ക് ഒരുപാട് കാശ് കിട്ടില്ലടോ. പിന്നെ എന്തിനാടോ ഇയാള് ദരിദ്രനാണെന്ന് പറയുന്നത്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഇയാൾക്ക് ഒരു ഡ്രം വെള്ളം കൊടുക്കണം. എന്നിട്ട് 500 രൂപയും വാങ്ങിച്ചോ. 500 രൂപയോ? ഇവൻ എല്ലാവരെയും കൊള്ളയടിക്കാണ്. വരൂ, നമുക്കിത് ചിങ്കം സാറിനോട് ചെന്ന് പറയാം. വരൂ. വെള്ളം 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 തണുത്ത വെള്ളം 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 തണുത്ത വെള്ളം. ഇതെന്താ വെള്ളം വരാത്തത്? എന്റെ അമ്മ, വെള്ളം തീരെ വരുന്നില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ഒന്ന് മര്യാദക്ക് കുളിക്കുക? എങ്ങനെ 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 എങ്ങനെ? വെള്ളം കുളിക്കാൻ വെള്ളം വേണം. വെള്ളം എനിക്കിപ്പോ കാണാൻ പറ്റില്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ മോട്ടു പത്രുവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിങ്കം സാറേ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. സാറേ, നഗരം മുഴുവൻ വെള്ളം വരുന്നില്ലെന്നേ. എനിക്കത് അറിയാന്നേ. അതുകൊണ്ടല്ലേ ഞാൻ തോർത്തെടുത്തോണ്ട് ഇതുവഴി നടന്നു പോകുന്നത്. ചെല്ലു, വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടൊരു കംപ്ലൈന്റ് കൊടുക്കൂ. ഒന്ന് പോകൂ, എന്നിട്ട് എന്നെ ഒന്ന് വെറുതെ വിടൂ. എന്റെ കണ്ണിനകത്ത് മുഴുവൻ സോപ്പിന്റെ പതയാണ്. എനിക്കിപ്പോ കുളിക്കാൻ തണുത്ത വെള്ളം വേണം. മോട്ടുപത്തിലു, വാട്ടർ പൈപ്പ് ലൈനിൽ എന്തോ ബ്ലോക്ക് ഉണ്ട്. ഞങ്ങൾ പൈപ്പ് ലൈൻ വൃത്തിയാക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട്. 1-2 ദിവസത്തിനകം വരും. 1-2 ദിവസമോ? ശരിയാവില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പൈപ്പ് ലൈൻ ഒന്ന് കാണിക്ക്, ഞങ്ങൾ ശരിയായിക്കോളാം. ഓഫീസർ, ഈ വെള്ളത്തിന്റെ ക്യാൻ ഞാൻ നിങ്ങൾക്ക് തരാം. എന്റെ വക ഒരു ചെറിയ പാരിതോഷികമായിരിക്കട്ടെ. ചെറിയൊരു പാരിതോഷികം. ഓഹോ, താങ്ക്സ്. നിങ്ങൾ ധൈര്യമായി സമാധാനത്തോടെ മുകളിൽ പോയി ഇരുന്നു. ഞാൻ മോട്ടുവിന്റെയും പത്രവിന്റെയും കൂടെ പോയി ആ പൈപ്പ് ലൈനൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഓ, താങ്ക്സ് ജോൺ. നിങ്ങൾ എന്ത് നല്ല മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഫുർഫുറി നഗരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ മഹാനും ദയാലുവും വലിയ മനസ്സുള്ള നല്ല മനുഷ്യർ എന്ത് രസമായേനെ. അപ്പൊ ശരി, വെള്ളത്തിന്റെ ടാങ്കർ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് എത്തിക്കില്ലേ? കൊടുത്തേക്കാം സാർ, അതും ഫ്രീ ഓഫ് കോസ്റ്റ്. താങ്കളെ പോലെ നല്ല ഹൃദയമുള്ള മനുഷ്യരുടെ അടുത്തത് ജോൺ എങ്ങനെയാണ് പൈസ വാങ്ങിക്കുക? മോട്ടു പത്തിലു, നിങ്ങൾ എന്റെ കൂടെ വാ. നമുക്ക് ഒരുമിച്ച് സാമൂഹിക സേവനം ചെയ്യാം. നീ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അകത്ത് വരുന്നുണ്ടോ ഇല്ലയോ?
മോട്ട് പത്തിലോ ഇനി ജീവിതകാലം മുഴുവനും നിങ്ങൾ അകത്ത് തന്നെ ഇരുന്നു. നിങ്ങളെ പുറത്തിറക്കാൻ ഇവിടെ ആരും വരില്ല. തുറക്ക്, തുറക്ക്, തുറക്കാൻ, തുറക്ക്. പത്തിലോ ഇവൻ നമ്മളെ കുടുക്കി കളഞ്ഞല്ലോ. എന്തായാലും അകത്ത് വന്നില്ലേ, വാ നമുക്ക് ഈ പൈപ്പ് ലൈനിലകത്ത് എന്താ പ്രശ്നമെന്ന് പോയി നോക്കാം. എന്റെ മോട്ടു, നമുക്ക് സംഭവിക്കാനുള്ളതൊക്കെ ഇപ്പൊ സംഭവിച്ചു. നമുക്ക് ബാക്കിയുള്ളവർക്ക് ഇപ്പൊ സഹായം ചെയ്യാം. എന്താ ഇത്? നോക്കി നോക്കാം. ഇതൊരു സിമന്റ് കൊണ്ടുണ്ടാക്കിയ ചോരാണല്ലോ. വരൂ, നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇതിനപ്പുറത്ത് എന്താ ഉള്ളതെന്ന്. സൂക്ഷിച്ച്. അമ്മേ, നീ എന്തായി ചെയ്യുന്നത്? സോറി സോറി. എന്റെ മോട്ടു ഭിത്തിയാണ് പൊളിക്കേണ്ടത്, എന്റെ തലയല്ല. സോറി സോറി, എനിക്കറിയില്ല ഇതെങ്ങനെ വീണ്ടും നിന്റെ തലയിൽ വന്ന് വീഴുന്നെന്ന്. സോറി അഗൈൻ. സൂക്ഷിച്ച്. എന്റെ അമ്മേ, മോട്ടു പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ എന്താ ചെയ്യണ്ട പത്ലു? എന്ത് തന്നെ തല്ലിയിട്ട് ചുവര് പൊട്ടുന്നില്ലല്ലോ. മോട്ടു, ഭിത്തിയുടെ അപ്പുറത്ത് വെള്ളമുണ്ട്. നമ്മള് വെള്ളം തുറന്നു വിട്ടടാ. അപ്പൊ ആരോ ചുവര് പണിഞ്ഞ് വെള്ളം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. വെള്ളം വരുന്ന സ്ഥലം അടയ്ക്കാൻ നോക്ക്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള വെള്ളം മുഴുവനും ഇങ്ങോട്ട് വരും. നമ്മൾ എവിടേക്കാ ഓടി രക്ഷപ്പെടുക? പുറത്തേക്കുള്ള വഴിയും അങ്ങ് അടഞ്ഞു പോകും. വേഗം അടയ്ക്കാൻ നോക്ക്, വേഗം, നന്നായിട്ട്. ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? അപ്പൊ ഇതാണ് കാര്യം അല്ലേ? വെള്ളത്തിന്റെ പൈപ്പ് ബ്ലോക്ക് ചെയ്യുക, എന്നിട്ട് ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതിരിക്കുക, എന്നിട്ട് സ്വയം ടാങ്കറിൽ വെള്ളം നിറച്ചിട്ട് അത് കൊണ്ടുപോയി വിൽക്കുക. ഞാൻ എവിടൊക്കെ പോകുന്നു അവിടെ എല്ലാം വന്ന് ചാടിക്കോളും. ജനിച്ച കാലം മുതല് എന്നെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് വാ, മോട്ടു പത്ലുവിനെ വേഗം ടാങ്കറിൽ പിടിച്ചിടാൻ നോക്ക്. വേഗം വേഗം വേണം. ഇനി അവൻ ഒരിക്കലും രക്ഷപ്പെടരുത്. മോട്ടു, ഇവിടുന്ന് പോകാൻ നമുക്ക് ഒരു 10-12 കിലോമീറ്റർ ദൂരേക്ക്. വേഗം വേഗം പോടെ. ഇടിച്ച് തെറിപ്പിക്കുക. ഹലോ ചിങ്കം സാറേ, ഒരു വെള്ളത്തിന്റെ ടാങ്കർ ഞങ്ങളുടെ പുറകെ കൂടിയിരിക്കുക. വേഗം വരൂ. എന്ത് വെള്ളത്തിന്റെ ടാങ്കറോ? അത് കലക്കി. നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരെ, ഞാൻ നിങ്ങളെ രക്ഷിക്കാന്നേ. ആ ടാങ്കറിനകത്തുള്ള വെള്ളം മുഴുവനും ഞാൻ ഉപയോഗിച്ചോളാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കാണ്. വെള്ളം വെള്ളം, തണുത്ത വെള്ളം. എന്റെ മോട്ടു, ചിങ്കം സാറിന് എപ്പോഴും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ലിഫ്റ്റ് ഒന്നും തരുവല്ല, ചേസ് ചെയ്യുക. ഇറങ്ങി ഓടിക്കോ. സോറി സോറി. ഓ മോട്ടു, നിന്റെ ഒരു കാര്യം. ഹലോ, ബൈ എയർ ഡെലിവറി. യെസ്, ബൈ എയർ ഡെലിവറി. 2 പ്ലേറ്റ് സമൂസ വേഗം ഫുർഫുറി നഗർ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവാ. 2 പേര് ഓടിപ്പോകുന്നുണ്ട്, അവർക്ക് കൊടുക്കണം. ഓക്കെ, 2 പ്ലേറ്റ് ദോശ ഫുർഫുറി മൈതാനത്തിൽ 2 സമൂസ ഓടിക്കൊണ്ടിരിക്കുന്നു. അതായത് 2 സമൂസയല്ലേ ഓടിപ്പോകുന്നത്, 2 ആൾക്കാരാ ഓടിപ്പോകുന്നത്. അവർക്ക് 2 പ്ലേറ്റ് സമൂസ കൊടുക്കാനാ പറഞ്ഞത്. ഓക്കെ, 2 പ്ലേറ്റ് ദോശ. താങ്ക് യു. സമൂസ ഓർഡർ ചെയ്താണോ? പൊളിച്ചേ. അല്ല, എന്താ ഇത്? വേഗം ഓടിക്കോ, ഇതെന്തൊരു കുരുക്കാ. അതെ, നിർത്തൂ. സമൂസ ബ്രേക്ക് ആണ്. സമൂസ കഴിച്ചിട്ട് നമുക്ക് ഓർഡർ സ്റ്റാർട്ട് ചെയ്യാം. നിർത്തിയത് എന്തിനാ? ഇടിച്ച് തെറിപ്പിക്ക്.
അവനെങ്ങാനും സമോസ കഴിച്ച പിന്നെ നിന്നെ ആയിരിക്കും ഇടിച്ചു തെറിപ്പിക്കുക. ഓ, ഓടിക്കോ. ഇവര് മണൽ മാഫിയ. ദേ വന്നു. കൊള്ളാം. എന്ത് ഫാസ്റ്റ് ഡെലിവറിയാണ്. ഇത് ദോശയാണല്ലോ. ഹലോ, സമൂസയാ ചോദിച്ചത്? സമൂസ. ദോശ ഞങ്ങൾ കൊടുത്തയച്ചല്ലോ. D4 ദോശയല്ല, S4 സമൂസ. ഓക്കേ, യെസ് ഫോർ ദോശ. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നേ? S4 സമൂസ. യു ആർ ദ പ്രോബ്ലം ഓഫ് വെള്ളം. നമ്മുടെ മോട്ടുപത്രു വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇവര് രണ്ടുപേരോടും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ മേയർ സാറിന്റെ അടുത്ത് ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പോവാണ്. ഇവർക്ക് ഇതിനു വേണ്ടി നല്ലൊരു സമ്മാനം കൊടുക്കാനായി. Watch India's largest kids library only on Jio Hotstar. Download the app now.